ഹായ്. സു ഫ്രം സോ ഡയറക്റ്റഡ് ബൈ JP തുമിനാട്. ഇതൊരു കന്നഡ പടമാണ്. കന്നഡ പടം എന്നെല്ലാം പറയുന്നതിനെക്കാട്ടിലും നല്ലത് ഇത് ആക്ച്വലി ഒരു തുളുനാട് ഫിലിമാണ്. മീൻസ് ഈ സിനിമയുടെ പ്ലോട്ട് നോക്കിക്കഴിഞ്ഞാലും ഇതിൻ്റെ ജോഗ്രഫി നോക്കിക്കഴിഞ്ഞാലും ക്യാരക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാലും എല്ലാത്തിനും ഒരു കാസർഗോഡ് ടച്ച് ഉണ്ട്. അതായത് ഈ കാസർഗോഡിൻ്റെ നോർത്ത് എൻഡ് മുതൽ ഈ മംഗലാപുരം, ഉടുപ്പി, സോമേശ്വരം ഈ ഒരു ഭാഗമുണ്ടല്ലോ, തുളുനാടിൻ്റെ ഭാഗമായിട്ടുള്ള ഈ നാടിൻ്റെതായിട്ടുള്ളൊരു കഥ പോലെ നമുക്കത് തോന്നും. കൾച്ചറൽ നോക്കിക്കഴിഞ്ഞാലും ക്യാരക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാലും പിന്നെ ഈ സിനിമയിലെ ചില ഫങ്ഷൻസ് എല്ലാം ഉണ്ട്. ഈ മരിച്ചു പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആണ്ട്, കല്യാണം, ഇങ്ങനെയുള്ള ഫങ്ഷൻസ് എല്ലാം ശരിക്കും ഈ ഒരു നാടിൻ്റെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. സോ ഇതൊരു പക്കാ തുളുനാടൻ പടമാണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്കിതൊരിക്കലും തീരല്ലേന്ന് തോന്നും. കാരണം കഥാപാത്രങ്ങളൊക്കെ അമ്മാതിരിയാണ്. വലിയ പ്ലോട്ടൊന്നുമല്ല കേട്ടോ, ചെറിയൊരു എന്താണ് കോമഡി ഫാൻറ്റസി ഹൊറർ പടമാണിത്. പക്ഷെ ഫാൻറ്റസി ഹൊറർ എന്നെല്ലാം പറയുന്ന സമയത്ത് അങ്ങനെ വലിയ നമ്മൾ സാധാരണ ഹൊറർ പടങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, അവസാനമെല്ലാം വന്ന സമയത്ത് ഈ പ്രേതമെല്ലാം വന്നിട്ട് അല്ലെങ്കിൽ പ്രേതം, ഭൂതം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്ന് വല്ലാത്തൊരു ക്ലൈമാക്സിലേക്ക് ഇത് പോകും. പക്ഷേ ഈ സിനിമ എന്ന് വെച്ചാൽ വളരെ ലോക്കലായിട്ടുള്ള നമുക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുള്ള കഥാപാത്രങ്ങളായിട്ട് ഒരുപാട് സാമ്യമുള്ള വളരെ രസകരമായിട്ട് നമുക്ക് പരിചിതമായിട്ടുള്ള കഥാപശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. വളരെ രസകരമായി തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ്. ആർട്ടിസ്റ്റുകളുടെ കാര്യം പറഞ്ഞാൽ ഇവിടെയുള്ള ഈ തുളു സിനിമയെല്ലാം ഇറങ്ങാറുണ്ട്. തുളു സിനിമ, തുളു ഡ്രാമാസ് എല്ലാം ഉണ്ടാവാറുണ്ട്. ഇതിലെല്ലാം അഭിനയിച്ചിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് ഈ സിനിമയിൽ ഭൂരിഭാഗവും ചെയ്തിട്ടുള്ളത്. പക്ഷേ മെയിൻ സ്ട്രീം ആക്ടേഴ്സും ഉണ്ട്. ഇതിൽ രവി അണ്ണ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ള ഒരു ആക്ടറുണ്ട്, ഷെനീൽ ഗൗതം. കിടിലായിട്ടുള്ള അഭിനയമായിരുന്നു കേട്ടോ. സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ നല്ല രീതിയിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു. ആ കഥാപാത്രം പോകുന്ന മാനസികാവസ്ഥ, അയാളുടെ ഒരു ബാക്ക് സ്റ്റോറി, ഓരോ സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യുന്നത്, തമാശ. ഈ പടം ഫുൾ കോമഡിയാണ് പടം. അതായത് ചിരിച്ച് നമ്മൾ സൈഡാകും, പക്ഷെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഷെനീലിൻ്റെ കഥാപാത്രം. പിന്നെ ഇവരുടെ ഒരു ഗ്യാങ് ഉണ്ട്, നാട്ടുകാരായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അതിൽ തന്നെ JP തുമിനാടും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ കഥാപാത്രം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇത് കൂടാതെ ഇയാളുടെ അളിയനായിട്ട് വരുന്ന ഒരു ചങ്ങായി ഉണ്ട്, അത് ഹെവി ക്യാരക്ടറായിരുന്നു. പിന്നെ ഒരു പുഷ്പരാജ് ബോളാറിൻ്റെ കഥാപാത്രം, പ്രകാശ് തുമിനാടിൻ്റെ കഥാപാത്രം, പിന്നെ അതുപോലെ തന്നെ ഒരു രാംദാസ് എന്നൊരു ആക്ടറിൽ അഭിനയിച്ചിട്ടുണ്ട്. ദീപക് റായുടെ കഥാപാത്രം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥാപാത്രമായിരുന്നു. പിന്നെ വേറെ ഇത് പടത്തിലെ ഹീറോയിനായിട്ട് അഭിനയിച്ചിട്ടുള്ളത് സന്ധ്യയാണ്. അതും നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു റോളായിരുന്നു. നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നാട്ടുകാരായിട്ട് അഭിനയിച്ചിട്ടുള്ള ആൾക്കാരെല്ലാം ഹെവി ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. ഞാൻ ഈ അടുത്ത കാലത്ത് റിവ്യൂ ചെയ്ത കുറേ മലയാളം പടത്തിലെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ പൂവറായിട്ടാണ് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞൊരു 1 മാസം ഞാൻ കണ്ടിട്ടുള്ള മലയാള സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് എന്ന് വെച്ചാൽ വെരി പൂവറാണ്. ഈ അടുത്ത് കണ്ട മീശയിൽ ആണെങ്കിൽ പോലും അത്ര വലിയ പെർഫോമൻസ് ഒന്നുമല്ല. പക്ഷേ ഈ ഒരു സിനിമ എന്ന് വെച്ചാൽ നിങ്ങൾ തിങ്കളാഴ്ച നിശ്ചയം എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടില്ലേ, ആ ഒരു സ്കെയിലുള്ള പടമാണിത്. പക്ഷേ ഇതിൽ വന്നവരും പോയവരും എല്ലാവരും